ഞാൻ വളരെ നന്നായിട്ടാണ്. പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര തലേ കയറാൻ വന്നാൽ ഞാൻ അത് സമ്മതിക്കില്ല. അപ്പോൾ റിക്കവർ ആവുന്നത് പോലും ഈ പറഞ്ഞ പോലെ എന്താ, ഞാൻ കരയും, എല്ലാ മനുഷ്യരെയും പോലെ കരയും. ഇമോഷൻസ് വന്നാൽ ഞാനത് എക്സ്പ്രസ് ചെയ്യും. ഞാൻ ഇങ്ങനെ മനസ്സിൽ പിടിച്ചിങ്ങനെ ഡിവോഴ്സ് ആയതിനു ശേഷം കുറച്ച് ബോൾഡ് ഫോട്ടോഷൂട്ട്സ് എല്ലാം ആയിരുന്നു. സോ ദാറ്റ് മീൻസ് റെസ്ട്രിക്ഷൻസ് ഉള്ള ലൈഫായിരുന്നു ആഫ്റ്റർ മാരേജ് അല്ലേ. ഓഹ് മൈ ഗോഡ്, ആവശ്യമില്ലാത്ത ഒരു ഇതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് പറയും. അതൊരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സജഷൻസ് ചോദിക്കും. ഇവരുടെ കാര്യത്തിലും ഒരു സജഷൻസ് വരുമ്പോൾ എന്നോട് ചോദിക്കും, അങ്ങനെ ചെയ്താൽ കൊള്ളാമോ, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ചോദിക്കും. ഞാനും അത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ പൗർണമി പൂത്തിങ്കൾ എന്ന് പറയുന്ന ജനപ്രിയ സീരിയലിലൂടെ, ഏഷ്യാനെറ്റിന്റെ ജനപ്രിയ സീരിയലിലൂടെ നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു താരം ഗൗരി കൃഷ്ണന്റെ ഡൈവോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു, കഴിഞ്ഞ ആഴ്ച. എന്നാൽ അതിനുശേഷം ചില ആളുകൾ നമ്മളോട്, അതായത് 1-2 സീരിയലുമായി ബന്ധപ്പെട്ട പ്രമുഖരായ, സീരിയലിലും സിനിമയിലും അഭിനയിച്ച 1-2 പേര്, ഒന്നിൽ കൂടുതൽ ആളുകൾ അത് കണ്ടതിന് ശേഷം ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറെ ഞെട്ടിക്കുന്ന ഒരു സത്യാവസ്ഥ ഗൗരി കൃഷ്ണൻ തന്നെ പങ്കുവച്ചിരിക്കുന്നു. എന്താണ് തൻ്റെ ലൈഫിൽ സംഭവിച്ചത്? വലിയ രീതിയിൽ ആഡംബരത്തോടു കൂടി, എനിക്ക് തോന്നുന്നത് നമ്മുടെ ക്രിസ് വേണുഗോപാലിൻ്റെയും മറ്റേ ചേച്ചിയുടെ പേര് മറന്നുപോയി, ആ ഒരു കല്യാണത്തിന് ശേഷം ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു സീരിയൽ മാരേജ് ഇവരുടെയായിരുന്നു. അതേ ഗൗരി കൃഷ്ണ കല്യാണം കഴിച്ചത് തൻ്റെ സീരിയൽ ഡയറക്ടറായിരുന്ന മനോജ് പേയാട് എന്ന് പറയുന്ന ആ ഒരു പ്രമുഖ ഡയറക്ടറായിരുന്നു. അത്തരത്തിൽ കല്യാണം കഴിച്ച് 1.5 വർഷം കഴിയുമ്പോഴത്തേന് അവർ വേർപിരിയുന്നു. ാണ് ഉണ്ടായത്. ഏറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഗൗരി കൃഷ്ണൻ നടത്തിയിരിക്കുകയാണ്. വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മെയിനായിട്ട് പറയേണ്ടത്, എനിക്ക് തന്ന ഈ ഒരു ജന്മം എനിക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് ജീവിക്കാൻ ഞാൻ ശ്രമിക്കും. എനിക്ക് പറ്റുന്ന പോലെ. ബാക്കി ഭഗവാന്റെ കയ്യിലാണ്. നന്നായിട്ട് ജീവിക്കോ ഇല്ലയോ. ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് ആയിരിക്കത്തില്ല, എല്ലാം കൂടെ മിക്സ്ഡാണ്. പക്ഷേ ഹാപ്പിനെസ്സും വേണം. അത് ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും നമ്മളത് കളയരുത് എന്നുള്ളതാണ്. അത് നമ്മളോട് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ജീവിതം തന്ന മാതാപിതാക്കളോടും ഭഗവാനോടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് എൻ്റെ തോന്നലും എൻ്റെ തോട്ടുമാണ്. ശരിയായിരിക്കാം, മറ്റുള്ളവർക്ക് ഇത് തെറ്റായിരിക്കാം, അത് അവരുടെ പെർസ്പെക്റ്റീവ്. ഇതൊക്കെയാണ് തിരിച്ചു വരണമെന്ന് തോന്നിയ ഒരു റീസൺ. ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു നടിയെ സംബന്ധിച്ച് എനിക്കറിയാൻ കഴിഞ്ഞത്, അതായത് കഴിഞ്ഞ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ ഞാൻ തമാശ രൂപേണ കുറച്ച് ഇവരെ കളിയാക്കിയെങ്കിലും ഗൗരി കൃഷ്ണ പേഴ്സണലി നല്ല ഒരു വ്യക്തിത്വത്തിനുടമയാണ്. സാധാരണഗതിയിൽ സീരിയൽ നടുവാനെ പറ്റി അങ്ങനെ കേൾക്കാറില്ല. അതായത് നമ്മൾ രഹസ്യമായിട്ട് ഒരാളോട് അയാൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ 99% വളരെ മോശം അഭിപ്രായമാണ് കേൾക്കുന്നത്. നടന്മാരല്ലെങ്കിൽ ഡയറക്ടർമാരാണെങ്കിൽ കാമക്കടുവകൾ, സ്ത്രീകളെക്കുറിച്ചാണെങ്കിൽ വളരെ മോശമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഗൗരി കൃഷ്ണയെക്കുറിച്ച് 2 പേര് എന്നോട് പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ്. ഗൗരി കൃഷ്ണ നല്ല സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല കുട്ടിയാണെന്നാണ് പറഞ്ഞത്. പ്രായത്തിൽ കവിഞ്ഞ പക്വത, പഠിക്കാൻ മിടുക്കിയാണ്, സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന അമ്മയുടെ കൂടാണ്, വളരെ ഡിസിപ്ലിനായിട്ടാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതെന്നാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗൗരി കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി വലിയ പ്രതീക്ഷയോടെ ആയിരിക്കാം ഈ ഒരു കല്യാണം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. ശ്രേയ ഘോഷാലിൻ്റെ കട്ടാണ് ഇവരെ കാണുമ്പോഴത്തേന്. അത്യാവശ്യം ശാലീന സൗന്ദര്യമുള്ളൊരു പെൺകുട്ടിയാണ്. സാധാരണ നിലയ്ക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി നമ്മുടെ മലയാള സീരിയലിലൊന്നും ഇപ്പം ഇല്ല. ശാലീന സുന്ദരമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു നടിയാണ്. അത്യാവശ്യം പെരുമാറ്റവും വളരെ നന്നായിട്ടാണ് തോന്നുന്നത്. പിന്നെ ആ കല്യാണത്തിൻ്റെ സമയത്ത് ഇവിടെ പെരുമാറ്റം വെച്ച് ഓവറായിപ്പോയെന്നൊക്കെ പലരും കളിയാക്കുന്നുണ്ട്. ഞാനും അത് കളിയാക്കിയിരുന്നു. അത് നമുക്കങ്ങനെ തോന്നിയേക്കാം. പക്ഷേ ബേസിക്കലി ഇവർ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണെന്നാണ് വളരെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ പറഞ്ഞത്. ഇനി മറ്റേ ഈ മനോജേട്ടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മനോജേട്ടൻ എന്ന് പറയുന്ന ആ ഒരു പാഹിയൻ പേയാട് സ്വദേശിയാണ്. അദ്ദേഹവും വളരെ നല്ല ജെന്റിൽമാനാണ് പറയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ചീത്തപ്പേരൊന്നും കേൾപ്പിക്കാത്ത, കാമക്കടുവയല്ലാത്ത, വളരെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ആളുകൾ പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഡൈവേഴ്സ് ആയെന്ന് ചോദിച്ചാൽ, ഡിവോഴ്സ് ആയതിനു ശേഷം കുറച്ച് ബോൾഡ് ഫോട്ടോഷൂട്ട്സ് എല്ലാം ആയിരുന്നു. സോ ദാറ്റ് മീൻസ് റെസ്ട്രിക്ഷൻസ് ഉള്ള ലൈഫായിരുന്നു ആഫ്റ്റർ മാരേജ് അല്ലേ. ഓഹ് മൈ ഗോഡ്, ആവശ്യമില്ലാത്ത ഒരു ഇതാണ്. അങ്ങനെ ഒരു ലൈഫ് അങ്ങനെയൊന്നും അല്ല. അതൊന്നും അല്ല റീസൺ. പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്തതും ഡിവോഴ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയ ഒരു ബോഡി ആയത്. നേരത്തെ എൻ്റെ ആ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വൾഗറായിരിക്കും. ഇപ്പം എൻ്റെ ബോഡി നല്ല ഫിറ്റാണ്, അത് ഇടുമ്പോൾ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്
ആ കോൺഫിഡൻസ് വന്നത് കൊണ്ടുമാണ് ഞാൻ ആ ഫോട്ടോഷൂട്ട് ചെയ്തത്. അതായത് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഡൈവോഴ്സിന് ശേഷം കുറച്ച് ബോൾഡായിട്ടുള്ള ഫോട്ടോഷൂട്ടുമായിട്ട് അതുവരെ ഇല്ലാത്ത രീതിയിൽ ശ്രേയ ഘോഷാൽ അല്ല, ഗൗരി കൃഷ്ണ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആൾക്കാർ തിങ്ക് ചെയ്ത് അത്തരത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ മനോജേട്ടനെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇവർക്കിടയിൽ ഇതുപോലൊരു ക്ലാഷ് ഉണ്ടാവാനുള്ള കാരണമെന്നാണ് പലരും തെറ്റിദ്ധരിച്ചത്. പക്ഷേ അതൊന്നും അല്ല കാരണമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് തൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യാൻ അനുവദിക്കാത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കാം. ചില കാര്യങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ടായിരിക്കാം, അത്തരം കാര്യങ്ങൾ വിലക്കിയേക്കാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഗൗരി കൃഷ്ണയെ സംബന്ധിച്ച് ഒരുപക്ഷെ വലിയ ആഗ്രഹങ്ങൾ, പല കാര്യങ്ങളും അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. കല്യാണത്തിന് ശേഷം അതൊന്നും സാധിക്കാൻ പറ്റാത്ത മനോജേട്ടനെ സംബന്ധിച്ച് വളരെ ഡിസിപ്ലിൻ ആണെങ്കിലും കുറച്ച് അഡമൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവരുടെ പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നെ കുട്ടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരു ഡൈവേഴ്സിലേക്ക് പോയപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ഡൈവേഴ്സ് ആയെങ്കിലും വളരെ ബഹുമാനത്തോടു കൂടിയാണ് മനോജ് സാറെന്നാണ് ഇപ്പോഴും പുള്ളിക്കാരി വിളിക്കുന്നത്. ഞാൻ വളരെ നന്നായിട്ടാണ്, പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര തലേ കയറാൻ വന്ന് ഞാൻ അത് സമ്മതിക്കില്ല. അപ്പോൾ റിക്കവർ ആവുന്നത് പോലും ഈ പറഞ്ഞ പോലെ ഞാൻ കരയും, എല്ലാ മനുഷ്യരെയും പോലെ കരയും. ഇമോഷൻസ് വന്നാൽ ഞാനത് എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെ മനസ്സിൽ പിടിച്ചിങ്ങനെ മീൻസ് എക്സ്പ്രസ് ചെയ്ത് തീർക്കും. അതാണ് കറക്റ്റ്, അങ്ങനെയല്ലേ പറയാം. ഞാൻ എന്താണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്ത് തീർക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. നമ്മളുടെ മനസ്സിൽ എന്തെങ്കിലും നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നോ അത് നമ്മൾ സ്റ്റക്കായി പോകും. അവിടെ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴും ഹാപ്പിനെസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാമല്ലോ. അത് നമ്മുടെ ഫേറ്റ് ആണോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നത് തെറ്റാണ്. വി ഷുഡ് ട്രൈ. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു ട്രൈ ഞാൻ നടത്തി, എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റി. അതാണ് ഞാൻ ചെയ്തത്. അതായത് ഓള് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ നൽകുകയാണ്. ഈ രീതിയിൽ ഡൈവോഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ഇത് എങ്ങനെ ആളുകളെ അറിയിക്കും, ആളുകൾ കേട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ, അത്തരം കാര്യങ്ങളൊക്കെ വലിയ ഭീതിയോടെ കാണുന്ന ആൾക്കാർക്കുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വിൽ പവർ ഉള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ആവാൻ സാധിച്ചു. എല്ലാ കാര്യങ്ങളും ഓപ്പണപ്പായിട്ട് പറയും. അതൊരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സജഷൻസ് ചോദിക്കും. ഇവരുടെ കാര്യത്തിലും ഒരു സജഷൻസ് വരുമ്പോൾ എന്നോട് ചോദിക്കും, അങ്ങനെ ചെയ്താൽ കൊള്ളാമോ, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമോ എന്ന് ചോദിക്കും. ഞാനും അതുപോലെ തന്നെ തിരിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ യെസ് ആണെങ്കിൽ യെസ് എന്ന് പറയും, നോ ആണെങ്കിൽ അത് ഇച്ചിരി എങ്ങനെ വേണമെന്നുള്ള ആലോചിക്കണം എന്നുള്ളൊരു സംസാരമൊക്കെ വരും. അതെ, അതാണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മനോജേട്ടൻ നോ മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. നോ മാത്രമാണ് മനോജേട്ടൻ പറഞ്ഞത്. എന്ത് കാര്യം ചോദിച്ചാൽ അത് നോ 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 ചെയ്യരുത് എന്ന് തന്നെയാണ് മനോജേട്ടൻ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓനെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഓൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ച് വളരെ ജെന്റിൽമാനാണ്. ഓൻ്റെ ഒരു കൺസെപ്റ്റ് അതാണ്. ഗൗരി കൃഷ്ണനെ സംബന്ധിച്ച് ഗൗരി കൃഷ്ണ ഈ പറഞ്ഞ കണക്ക് ഒരു കൂട്ടിൽ അടച്ചിടുന്ന ഒരവസ്ഥ ഉണ്ടായി എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ ഇവരുങ്ങളിൽ ഒരു വിഷയമൊന്നുമില്ല. രണ്ടുപേരും നല്ല സ്വഭാവമുള്ള വ്യക്തികളാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സ്വഭാവമുള്ള വ്യക്തികളായതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവ ദൂഷ്യം കൊണ്ടല്ല ഡൈവേഴ്സ് ആയിരിക്കുന്നതെന്നാണ് എന്നോട് സംസാരിച്ച ആളുകൾ പറഞ്ഞത്. വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് രണ്ടുപേരും. എനിവേ അൺഫോർച്യുനേറ്റ്ലി ഡൈവേഴ്സായി. ഏറെ ദുഃഖകരമായ അവസ്ഥ. നിങ്ങളെങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത്? ഇതൊരു ഗുണപാഠമാണ്. അത്രയും അധികം സ്വഭാവശുദ്ധിയുള്ളവരായിട്ട് പോലും ഡൈവേഴ്സ് ആകേണ്ടി വന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് മറ്റുള്ളവർക്കൊരു ഗുണപാഠം തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുക. ആദ്യൊരു വീഡിയോ ആണ്. വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.